ഇൻസൈറ്റിൽ വീണ്ടും സഖാവ് ഇ.പി. ജയരാജൻ തന്നെയാണ് വിഷയം. കട്ടൻ ചായയും പരിപ്പുവടയും 2 ദിവസമായി കേരളത്തിൽ ചർച്ച വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇ.പി. ജയരാജൻ പാലക്കാട് മണ്ഡലത്തിലെത്തി സരിന് വേണ്ടി പ്രചാരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്, മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമ്മൾ വീണ്ടും ആത്മകഥയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ചർച്ച ചെയ്യുകയാണ്. രാജീവേട്ടാ, നമ്മൾ ഇന്നലെ ഇത് DC-യുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന രൂപത്തിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. നമ്മൾ കുറച്ചുകൂടി കാത്തിരുന്ന് അഭിപ്രായം പ്രകടനമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ കുറച്ചും കൂടെ കാത്തിരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഇന്നലെ നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇ.പി. ജയരാജൻ തയ്യാറാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം തയ്യാറാക്കിയതിന് ശേഷം DC-ക്ക് കൈമാറുകയും ഏതാണ്ട് ഫൈനലൈസ് ചെയ്ത് പ്രസിദ്ധീകരണ തീയതി തീരുമാനിക്കുകയും ചെയ്ത പുസ്തകം എന്നുള്ള മട്ടിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ മാത്രമല്ല, ഇന്നലെ ഇ.പി. പറയുമ്പോൾ ഇത് ഞാൻ എഴുതി തീർത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും അതിനൊരു നമ്മൾ പൂർണ്ണമായും അതിനെ മുഖവിലക്കെടുത്തിരുന്നില്ല. മുഖവിലക്കെടുക്കാതിന് പല കാരണങ്ങളുമുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്നലെ വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹം വക്കീൽ നോട്ടീസ് അയക്കുന്നു. ഇന്ന് അദ്ദേഹം തീർത്തു പറയുന്നു, ഞാൻ DC-ക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് കരാർ കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. വക്കീൽ നോട്ടീസ് അയക്കുക മാത്രമല്ല, DGPക്ക് പരാതി കൊടുക്കുന്നു. DGPക്കുള്ള പരാതിയിൽ DC എന്നുള്ള പേര് പരാമർശിക്കുന്നില്ല. പക്ഷേ എൻ്റെ പേരിൽ ആത്മകഥ എന്ന പേരിൽ ഞാൻ എഴുതാത്ത കുറേ കാര്യങ്ങൾ ഇതാ പ്രചരിപ്പിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അതിന് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇത് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ DC-യുടെ പേര് പറയാത്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് സ്വീകരിക്കാവുന്നതുമാണ്. പക്ഷേ എന്തായാലും ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് വരെയുള്ള സംഗതികൾ നോക്കുമ്പോൾ ഇതിൽ കുറെ കൂടെ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം DC-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് DC-ക്ക് പ്രസിദ്ധീകരണ അവകാശം കിട്ടിയതാണോ, മുഴുവൻ എഴുതി DC-യെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ തന്നെ അത് മാനുസ്ക്രിപ്റ്റ് ആണോ, അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പിയാണോ, അല്ലെങ്കിൽ ഹാർഡ് കോപ്പിയാണോ, എന്താണ് DC-യുടെ കൈവശം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ DC ഒരു വ്യക്തത വരുത്തണം. ഇനി അതൊന്നും DC-യുടെ പക്കലില്ലാതെയാണ് ഇത് പുറത്തേക്ക് വന്നിട്ടുള്ളതെങ്കിൽ വേറെ എവിടെന്നെങ്കിലുമാണ് ഇത് ലീക്ക് ചെയ്ത് പുറത്തേക്ക് വന്നത് എന്ന് നമ്മൾ വിചാരിക്കണം. DC ആണെങ്കിൽ ഒന്നും പറയുന്നില്ല. DC ആകെ പറഞ്ഞത് ഞങ്ങളിത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് ഇന്നലെ ആയിരുന്നു. ഇന്നലെ തന്നെയുള്ള വാർത്താക്കുറിപ്പാണ്. ഇന്നലെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് നമ്മൾ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ DC സമ്മതിക്കുകയാണ്, ഞങ്ങളിത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതാണ് എന്ന് DC ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഇ.പി. ജയരാജൻ്റെ സമ്മതം വേണ്ടേ? ഇത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഇ.പി. ജയരാജൻ്റെ സമ്മതം വേണം. പുസ്തകം പൂർണ്ണമായി എഴുതി ഇ.പി. ജയരാജൻ DC-ക്ക് കൈമാറിയിട്ടുണ്ടാവണം. അത് തന്നെ എഡിറ്റ് ചെയ്ത് ഇ.പി. ജയരാജൻ അതിൻ്റെ ഫൈനൽ കരട് വായിച്ച് അപ്രൂവ് ചെയ്ത് ഇതാണ് പ്രസിദ്ധീകരിക്കേണ്ടത് എന്ന് DC-ക്ക് അനുമതി കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവണം. അതിനുശേഷമായിരിക്കണമല്ലോ DC ഞങ്ങൾ നാളെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന അറിയിപ്പ് പേരൊക്കെ സഹിതം കവർ പേജ് അടക്കം പ്രസിദ്ധീകരിക്കുക. ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇ.പി. ജയരാജൻ ഇപ്പോൾ പറയുന്നത്. ഇന്നലെ വക്കീൽ നോട്ടീസ് അയച്ചു, DGPക്ക് പരാതി കൊടുത്തു, ഇന്നത് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു, പല കുറി ആവർത്തിച്ചു. എന്നിട്ട് പോലും DC ഇതിനൊരു മറുപടി കൊടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം DC-യുടെ ഭാഗത്തു നിന്ന് അരുതാത്തത് ചിലതുണ്ടായോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമല്ല എന്നുള്ള സംശയം ഒരു പക്ഷേ അതിൻ്റെ പുറകിൽ വേറെ തരത്തിലുള്ള ഗൂഢാലോചനകളുണ്ടോ, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ ഡേയിൽ ഇതൊരു ഡിസ്കഷൻ ആക്കുക എന്നുള്ള മറ്റുള്ളൊരു ഗൂഢാലോചന അതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്നലെ കുറച്ച് പ്രിമച്വറായിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തത്. ഇ.പി. ജയരാജൻ പറഞ്ഞതിന് നമ്മൾ അത്രത്തോളം അത് വിശ്വാസത്തിലെടുക്കാത്തതിന് കാരണം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ആ ടെക്സ്റ്റിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഇ.പി. ജയരാജൻ്റെ ചെറുപ്പകാലം, അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച്, സഹോദരന്മാരെക്കുറിച്ച്, അദ്ദേഹം പാർട്ടിയിലേക്ക് വന്ന കാലഘട്ടം, ആ സമയത്തുണ്ടായിരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പരാമർശിക്കുന്നുണ്ട്. ഇ.പി. ജയരാജൻ ഇന്ന് സംസാരിക്കുമ്പോൾ പോലും ഇത് പൂർണ്ണമായും തൻ്റേതല്ല എന്ന് പറയുന്നില്ല. അതിൽ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്ത ഭാഗങ്ങളൊന്നും ഞാൻ എഴുതിയതല്ല, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഭാഗങ്ങൾ, അതെ, ആ ഭാഗങ്ങളൊന്നും ഞാൻ എഴുതിയതല്ല എന്ന് അദ്ദേഹം പറയുന്നുള്ളൂ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തിട്ടം വന്നിട്ടില്ല. പക്ഷേ ഈ എന്താ പറയുക, പുറത്തേക്ക് വന്ന രീതിയും ഇത് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നുള്ള DC-യുടെ അനൗൺസ്മെൻറ്റും ഇതൊക്കെയാണ് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ആ കാര്യത്തിൽ DC ഒരു വിശദീകരണം നൽകാത്തത് ഇതിൻ്റെ പിറകിൽ എന്തെങ്കിലും
സസ്പീഷ്യസ് ആയിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാക്കുന്നുമുണ്ട്. ഡി സിയുടെ മൗനം തന്നെയാണ് ഇപ്പോഴും എല്ലാവരെയും ഒരു ആശങ്കയിൽ നിർത്തുന്ന കാര്യം. പക്ഷേ അപ്പോൾ പാർട്ടി ആരോപിക്കുന്നത് പോലുള്ളൊരു ഗൂഢാലോചനയ്ക്ക് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ സാധ്യത കാണുന്നത്. പക്ഷേ അപ്പോഴും ഇ.പി. ജയരാജനും ഡി സിയും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ നിലനിന്ന് കാണുന്നുണ്ടല്ലോ. ഇന്നലെ DGPക്ക് കേസ് കൊടുക്കുമ്പോൾ ഈ വാർത്ത പുറത്തുവിട്ട മാധ്യമങ്ങളുടെ പേര് പരാമർശിക്കുന്നു, പക്ഷേ DC ബുക്സിനെ പരാമർശിക്കുന്നില്ല. ഇത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് DC ഇ.പി. ജയരാജനെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതും ഇ.പി. ജയരാജൻ വിഷയമാക്കേണ്ടതാണല്ലോ. ഇനിയും ഇന്ന് മാധ്യമപ്രവർത്തകർ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഇനി ഇത് DCക്ക് കൈമാറുമെന്ന് ചോദിക്കുമ്പോഴും ആലോചിക്കട്ടെ എന്നുള്ള രൂപത്തിലാണ് മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കൃത്യമായ രേഖ ഇല്ലെങ്കിലും ഒരു വാക്കാലുള്ള എന്തെങ്കിലും ഇടപാട് DCയുമായി നടന്നിട്ടുണ്ട് എന്ന് തന്നെയല്ലേ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അതിലും കുറേ ഗ്യാപ്സ് ഉണ്ട്. ഇപ്പോൾ ജയരാജൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ പലതരത്തിലുള്ള പഴുതുകൾ കാണും. ഏറ്റവും പ്രധാനം ഇതാണ്. കാരണം ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ പുസ്തകത്തിൻ്റെ അവകാശം, പ്രസിദ്ധീകരണ അവകാശം ഇനി DCക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ, DCക്കെതിരെ കേസ് കൊടുത്ത DCക്ക് വക്കീൽ നോട്ടീസ് അയച്ച, DGPക്ക് പരാതി കൊടുത്ത, DCയുടെ പേരിലെങ്കിൽ പോലും പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ഇത്രയും ചെയ്ത ഇ.പി. ജയരാജന് ഖണ്ഡിതമായി പറയാം, ഇതിൻ്റെ പ്രസിദ്ധീകരണാവകാശം ഇനി ഒരിക്കലും ഞാൻ DCക്ക് കൊടുക്കില്ല എന്ന് വേണമെങ്കിൽ ഖണ്ഡിതമായി പറയാം. ഒരു പ്രയാസമില്ല. കാരണം കേരളത്തിൽ പ്രസാധകർക്ക് ക്ഷാമമൊന്നുമില്ല. അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ചാണ് DC, മാതൃഭൂമിയും മറ്റ് ചില സ്ഥാപനങ്ങളും ഇതിനു വേണ്ടി എന്നെ സമീപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റ് സ്ഥാപനങ്ങളുണ്ട് പ്രസിദ്ധീകരണത്തിന്. ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കീഴിൽ തന്നെയുള്ള പ്രസാധക സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ ചിന്ത ഒരു വലിയ സ്ഥാപനമാണ്. ദേശാഭിമാനിക്ക് വേണമെങ്കിൽ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാം. അല്ലെങ്കിൽ പാർട്ടിയോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റ് പ്രസിദ്ധീകരണശാലകളുണ്ട്, അവർക്കൊക്കെ പ്രസിദ്ധീകരിക്കാം, ഒരു പ്രയാസമില്ല. അപ്പോൾ അതുകൊണ്ട് ഖണ്ഡിതമായിട്ട് അദ്ദേഹത്തിന് പറയാം ഞാനിത് DCക്ക് കൊടുക്കില്ല എന്ന്. പക്ഷേ അദ്ദേഹം അത് പറയുന്നില്ല. അതുപോലെ അദ്ദേഹം ഇത് പൂർണ്ണമായിട്ടും ഞാൻ എഴുതിയതല്ല അല്ലെങ്കിൽ ഇത് എൻ്റേതല്ല എന്ന്, ഈ വന്നതൊന്നും എൻ്റേതല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. ഞാനിത് കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ആ PDF ആയിട്ട് സർക്കുലേറ്റ് ചെയ്ത ഏതാണ്ട് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എത്തിയ ആ സാധനം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അതിലുള്ളത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. നമ്മൾ ആ PDF ആയിട്ട് നമ്മുടെ കിട്ടിയ ഈ പുസ്തകത്തിൻ്റെ കരട് എന്ന് പറയപ്പെടുന്ന ഇതിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്ന വളരെ പേഴ്സണലായിട്ടുള്ള ചിത്രങ്ങളുണ്ട്. പിന്നെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ കാലത്തുണ്ടായിരുന്ന നേതാക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, അവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങളെങ്കിലും ഇ.പി. ജയരാജൻ്റെ രചനയാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഒരു സാധ്യത, ഇത് പുറത്തു പോകാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ജയരാജൻ തന്നെ പറയുന്നുണ്ട്, ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭാഷാശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടൊക്കെ വേറൊരാളെ ഏൽപ്പിച്ചു, അയാളിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത. പക്ഷേ അത് ജയരാജൻ തന്നെ പറയുന്നത് അയാൾ തീർത്തും വിശ്വസ്തനാണ്, അയാളിൽ നിന്ന് പുറത്തു പോകാൻ. പിന്നെ അതിൽ നിന്ന് മോഷണം പോകുക എന്ന് പറയുന്നൊരു സാധ്യതയാണ്. മോഷണം പോകുക എന്നൊക്കെ പറയുമ്പോൾ ഇതിലിങ്ങനെയുള്ള കണ്ടൻ്റ് ഉണ്ട്. അതായത് ഒരു വാർത്താമൂല്യമുള്ള കണ്ടൻ്റ് ഉണ്ട്. ആ വാർത്താമൂല്യമുള്ള കണ്ടൻറ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, രാഷ്ട്രീയമായ സ്വാധീനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് മോഷ്ടിച്ച് ഈ ദിവസം പർട്ടിക്കുലറായിട്ട് ഇത് പുറത്തുവിടാനൊക്കെ തീരുമാനിക്കണം. അത്രയൊക്കെ സൂക്ഷ്മമായി മോഷ്ടിച്ച ഒരാളെ കയ്യിൽ നിന്ന് ഒരു പ്രസാധകർ ഇങ്ങനെ സ്വീകരിക്കും, ഓദറിൻ്റെ അല്ല, പ്രസാധകർ സ്വീകരിക്കണമെന്നില്ല, മോഷ്ടിച്ച് ഇത് വാർത്തയാക്കാൻ വേണ്ടി കൊടുത്തതാവാം. അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചാണ് ജയരാജൻ പറയുന്നത്. അതായത് ഈ എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച അല്ലെങ്കിൽ ഭാഷാശുദ്ധി വരുത്താൻ ഏൽപ്പിച്ച ആളിൽ നിന്ന് ഇതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകളൊക്കെ കിട്ടിയിട്ട് ഇത് മോഷ്ടിച്ച്, അല്ലെങ്കിൽ ഇത് മോഷ്ടിച്ചെടുത്ത് ഈ പറയുന്ന വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് സർക്കുലേറ്റ് ചെയ്തതാവാം. ഇതൊക്കെയാണ് ജയരാജൻ പറയുന്നത്. അപ്പോൾ ഈ സാധ്യത വളരെ വിരളമാണ്. മറിച്ച് ഇത് പ്രസിദ്ധീകരണ സാധ്യത തേടിയോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാനുള്ള താല്പര്യം DC പ്രകടിപ്പിച്ചപ്പോൾ അതിന് മുൻകൂറായോ ഇത് സെറ്റ് ചെയ്യാനോ പുസ്തക രൂപത്തിലാക്കാനോ ഒക്കെ ആയിട്ട് നേരത്തെ കൈമാറുകയൊക്കെ ചെയ്തൊരു സംഗതി പുറത്തു പോയതാകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജയരാജൻ്റെ അനുമതിയില്ലാതെ, ജയരാജൻ എഴുതുന്ന പുസ്തകമാണല്ലോ, ജയരാജൻ്റെ ആത്മകഥയാണല്ലോ, അപ്പോൾ ഇത് ജയരാജൻ്റെ അനുമതിയില്ലാതെ ഇതാ ഞങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന് DC പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണൊരു പുസ്തകം എഴുതുന്നതെന്ന് വിചാരിക്കുക, നമ്മളുടെ അനുമതി ഇല്ലാതെ വേറൊരാളത് ഇതാ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു വലിയ വിശ്വാസവഞ്ചനയാണ്. വഞ്ചനയാണ്
വിശ്വാസവഞ്ചനയാണ്. അത് ഡി സി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടത് ഡി സിയുടെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ്. അതുപോലെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അതിലെ പരാമർശങ്ങൾ വളരെ സുപ്രധാനമായ ഒരു ദിവസം, കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു ദിവസം ലീക്ക് ചെയ്ത് കൊടുക്കാൻ ഡി സി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഡി സി ബുക്സ് എന്ന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തും. അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, നമുക്ക് യാതൊരു ഉറപ്പുമില്ല, ഇതൊരു ആരോപണമായി പോലും ഉന്നയിക്കുന്നില്ല, പക്ഷെ നമുക്കറിയില്ല. പക്ഷേ ഡി സി വിശദീകരിക്കാത്തടത്തോളം കാലം ആ ഒരു പോസിബിലിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ വിശ്വാസവഞ്ചനയാണ് ഡി സി കാണിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതാണ്, ഇത്രയും പാരമ്പര്യമുള്ള ഒരു പ്രസാധകർക്ക് ഇത്രയും ആരോപണം ഉന്നയിച്ചിട്ടും ഈ മൗനം തുടരുന്നു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പക്ഷേ സഖാവ് ഇ പി ജയരാജൻ ഉന്നയിക്കുന്നൊരു കാര്യം, ഇത് ഇന്നലെ പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പ്രധാന വാർത്തയായി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിൽ അത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അതേ ദിവസം അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. ഈ പറയപ്പെട്ട നമുക്കൊക്കെ കിട്ടിയ ഈ കരട് ഇത് പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഇത് CPM-നെ പ്രതിരോധത്തിലാക്കാൻ, പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ഒരു ആയുധമായി ഉപയോഗിച്ച് നടത്തിയ ഗൂഢാലോചനയാണ് എങ്കിൽ അതിൻ്റെ പിന്നിലായിരിക്കും. അത് തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലേ? നിശ്ചയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് DGPക്ക് ജയരാജൻ പരാതി കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് തുടർ ദിവസങ്ങളിലും ഇത് വലിയ പ്രശ്നമായിട്ട് വരും. കാരണം വെച്ചാൽ ഇങ്ങനൊരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നുണ്ടായി, ആരൊക്കെ അതിൽ പങ്കെടുത്തു, ആരാണത് പ്രചരിപ്പിച്ചത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ ഏതാണ്ട് എല്ലാ ഗൂഢാലോചന ആരോപണങ്ങളെപ്പോലെ തന്നെയും ഈ ഗൂഢാലോചന ആരോപണവും ഒരിക്കലും തെളിയിക്കപ്പെടാത്ത ഒന്നായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇത് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് മാത്രമല്ല ഇത് കിട്ടിയിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ദീർഘകാലമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകളാണല്ലോ. അപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരുമായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് മാത്രമല്ല കിട്ടിയത്, മറ്റു പലർക്കും കിട്ടിയിരുന്നു. പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇത് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ മനസ്സിലാക്കി തന്നെയാണ് അവർ വാർത്തയാക്കുന്നത്. ഇതൊരു കറക്റ്റ് ദിവസമാണിത് കൊടുക്കാൻ എന്ന് മനസ്സിലാക്കി തന്നെയാണ് തലേ ദിവസം ഇത് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്നതും ഇത് പിറ്റേ ദിവസം വാർത്തയാക്കപ്പെടുന്നതും. അത് ടെലിവിഷൻ ചാനലുകൾ ഏറ്റെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന മാധ്യമപ്രവർത്തനത്തിൽ നമുക്ക് അവലംബിക്കാമായിരുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇത് പ്രിമച്വറായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഇത് കിട്ടിയ ആൾക്ക് അല്ലെങ്കിൽ ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ EP-യുടെ പ്രതികരണം തേടാമായിരുന്നു. ഇത് നിങ്ങൾ എഴുതിയതാണോ, ഇത് നിങ്ങളുടെ ആത്മകഥയിൽപ്പെടുന്നതാണോ, ഇത് നിങ്ങൾ DC-ക്ക് പ്രസിദ്ധീകരണ അവകാശം കൊടുത്തിട്ടുണ്ടോ, DC ഇങ്ങനെ ഇത് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അറിവോടുകൂടിയാണോ എന്നുകൂടെ ചേർത്തിരുന്നുവെങ്കിൽ ഒരു ജേർണലിസ്റ്റിക് ആസ്പെക്റ്റിൽ, എന്താ പറയുക, നിലനിൽക്കുന്ന വാർത്താ സംസ്കാര രീതി അനുസരിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു ജേർണലിസ്റ്റിക് ആസ്പെക്റ്റിൽ കുറെ കൂടെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടായിട്ട് അത് മാറുമായിരുന്നു, കുറെ കൂടെ യുക്തിഭദ്രമാകുമായിരുന്നു. അത്രയും അതിനകത്തുള്ള പ്രശ്നമുണ്ട്. മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇതുപോലൊരു സംഗതി വന്നു കഴിഞ്ഞാൽ അത് ഹൈപ്പ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ ഹൈപ്പിൽ നമ്മളും ഒരു പരിധിവരെ നമ്മളും അതിനകത്ത് ഭാഗമാക്കാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇന്നലെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് EP ജയരാജൻ്റെ ആത്മകഥ അല്ല എന്ന് ബോധ്യപ്പെടുത്താവുന്ന യാതൊരു സംഗതിയും നമ്മുടെ മുമ്പിലില്ല. അത് അതിൻ്റെ ആ കരട് PDF-ൽ വന്ന കരടിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു മനുഷ്യനും ഒറ്റ വായനയിൽ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ് ഇത് EP ജയരാജൻ്റെ ആത്മകഥയുടെ ഭാഗങ്ങൾ തന്നെയാണ് എന്നുള്ളത്. ഇപ്പോൾ EP ജയരാജൻ ഇന്ന് രാവിലെ തന്നെ പാലക്കാട് ഇതുവരെ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സജീവമായി പ്രചരണത്തിൽ കണ്ടിരുന്നില്ല. സ്വാഭാവികമായും ഇന്നലെ പാർട്ടിക്കുണ്ടായ ഒരു കളങ്കം അത് മായ്ച്ചു കളയാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരമായിരിക്കാം അദ്ദേഹം സരിന് വേണ്ടി പാലക്കാട് എത്തുന്നത് എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. അദ്ദേഹം ഇന്ന് സജീവമായി പാലക്കാട് മണ്ഡലത്തിലുണ്ട്, സരിൻ്റെ കൂടെ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു. പാർട്ടിക്ക് കളങ്കമുണ്ടാക്കിയ വ്യക്തിയെ കൊണ്ട് തന്നെ ഈ കളങ്കം മായ്ക്കാനുള്ള ശ്രമം പാർട്ടി നടത്തുകയാണെന്നാണ് വിചാരിക്കുന്നത്. അത് സ്വാഭാവികമാണല്ലോ. ഇതൊരു എന്താ പറയുക, ഇതുണ്ടാക്കിയേക്കാം. ഇതിപ്പോൾ ജയരാജൻ്റെ ആത്മകഥയുടെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും എന്തായാലും ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ഉചിതമായ വഴി എന്ന് പറയുന്നത് ഇന്ന് ജയരാജൻ പാലക്കാട് ഉണ്ടാവുക എന്നുള്ളതാണ്. പാലക്കാട് വരുന്നു, സരനെക്കുറിച്ച് സംസാരിക്കുന്നു, സരൻ്റെ വ്യക്തിവൈശിഷ്ട്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അദ്ദേഹം സിവിൽ സർവീസ് വിട്ട് പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിയതാണ് എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് ഇഞ്ചുറി എന്ന് പറയുന്നത് നമ്മൾ ആ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പുറത്തു വന്ന ഭാഗങ്ങൾ
അല്ലെ ഈ എന്താ പറയുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ പരിക്കേൽക്കാവുന്ന ഭാഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഇമ്മീഡിയറ്റ് ഇഞ്ചുറി എന്ന് പറയുന്നത് സരിനാണ്. കാരണം ബാക്കിയുള്ളത് ഇപ്പോൾ ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളത് എനിക്ക് മുറിവുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് CPM-നെ സംബന്ധിച്ചുള്ള ഒരു ഇൻറ്റേർണൽ ഇഷ്യൂ മാത്രമാണ്. ഇനി എന്നുവെച്ചാൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് കുറേ സമയമായി. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിശദീകരണം എന്ന് പറയുന്നത് അതൊരു ഡെഡ് ചാപ്റ്ററാണ്. അത് ഓൾറെഡി കഴിഞ്ഞു. അതിനിപ്പോൾ വലിയ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അല്ല. അതുപോലെ മറ്റ് ഭാഗങ്ങൾ എടുത്തു നോക്കിയാലും അതൊന്നും ഓഫ് കോഴ്സ് പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനമാണ്. പക്ഷേ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് സരിൻ എന്ന് പറയുന്നത് അവസരവാദിയാണ് എന്ന് പറയുന്ന ഒരു പരാമർശമാണ്. അപ്പോൾ ആ പരുക്കാണ് പരിഹരിക്കാൻ CPM ശ്രമിക്കുന്നത്. അവർക്കിത് ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും ഉചിതമായ ഔഷധം എന്ന് പറയുന്നത് അതാണ്. അതെന്തെങ്കിലും ഒരു രാഷ്ട്രീയ ആഘാതം പാലക്കാട് ഉണ്ടാക്കുമെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല ഈ വാക്കുകൾ എന്തെങ്കിലും രാഷ്ട്രീയ ആഘാതം പാലക്കാട് ഉണ്ടാക്കുമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. കാരണം അവസരവാദിയാണ് എന്നുള്ള ആക്ഷേപം സരിൻ 2 ദിവസം വാർത്താ സമ്മേളനം കഴിഞ്ഞ് 3-ാം ദിവസം CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ സ്ഥാനാർത്ഥിയാവുന്ന അന്ന് ഉയർന്നതാണ്, പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അതിനെ മറികടക്കാൻ പാകത്തിലാണല്ലോ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവിടെ പ്രവർത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ പരാമർശം കൊണ്ട് പിന്നെ CPM-നകത്ത് നിന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരാളങ്ങനെ പറഞ്ഞു എന്നുള്ളത് പാർട്ടി അണികൾക്കിടയിൽ തൽക്കാലത്തേക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നുള്ള ഒഴിച്ചാൽ മറ്റാഘാതമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അങ്ങനെ എന്തെങ്കിലും ആഘാതം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഔഷധം എന്ന് പറയുന്നത് EP ജയരാജൻ അവിടെ വരികയും സരിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക. അതാണ് CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ഭാഗത്ത് മുൻ വ്യവസായ മന്ത്രിയും CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സഖാവ് EP ജയരാജനെതിരെ ഇങ്ങനെയുള്ള ഗുരുതര ആരോപണങ്ങൾ നടക്കുന്നു. ഗൂഢാലോചന ഉണ്ടെങ്കിൽ തന്നെ അത് തെളിയിക്കാനുള്ള ബാധ്യത സർക്കാരിൻ്റെ അടുത്ത് നിൽക്കുന്നു. സരിൻ അവസരവാദിയാണെന്ന പരാമർശം ഉള്ളപ്പോൾ തന്നെ ഇന്ന് മാധ്യമങ്ങളെ വിളിച്ച് ഇതുവരെ മറ്റാരും ഒരു CPM-ൻ്റെ നേതാക്കളും സരിനെ പുകഴ്ത്താത്ത അത്രയും രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിവൈശിഷ്ട്യങ്ങളൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നു, പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുന്നു. മൊത്തത്തിൽ CPM-നകത്തെ ഒരു ലഹള ഈ ഒരു വിവാദത്തോടു കൂടി ഒന്നുകൂടി ഉറപ്പിക്കല്ലേ ചെയ്യുന്നത്? ലഹള എന്നൊന്നും നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടാ. ആഭ്യന്തരമായ വൈരുദ്ധ്യങ്ങളോ ആഭ്യന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇഷ്യൂസോ ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു 10-20 കൊല്ലം മുമ്പ് കണ്ടിരുന്ന പോലെയുള്ള ഒരു വിഭാഗീയതയുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നേതൃതലത്തിൽ CPM-ലില്ല. പക്ഷേ താഴെത്തട്ടിൽ ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മൾ കായംകുളത്ത് കാണുന്നത്, ചില ഭാഗങ്ങളിലെങ്കിലും പാർട്ടി സമ്മേളനങ്ങൾക്കിടെ കാണുന്നത്, ഇപ്പോൾ തൃപ്പൂണിത്തുറയുണ്ടായ കൂട്ടത്തിൽ, അങ്ങനെ പാർട്ടി സംവിധാനത്തിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ സ്വന്തം വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ചയെക്കുറിച്ചുള്ള വലിയ ആശങ്ക ആ സംവിധാനത്തിനകത്തുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വളരെ കോൺക്രീറ്റായിട്ട് അവിടെയുണ്ട്. അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് EP ജയരാജനെ സംബന്ധിച്ച് EP ജയരാജൻ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു എൻഡിൽ നിൽക്കുന്ന ഒരാളാണ്. എന്തൊക്കെ നമ്മളല്ല എന്ന് പറഞ്ഞാലും EP ജയരാജനെ സംബന്ധിച്ച് CPM-ൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ കരിയർ എന്നല്ല ഞാൻ പറയുന്നത്, വളർച്ചയുടെ ഒരു എൻഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി സാധ്യമാകുന്നൊരു കാര്യം സ്വന്തം ഒരു ആത്മകഥ എഴുതുക, പിന്നെ പാർട്ടി ഏത് ഘടകമാണോ നിശ്ചയിച്ചു കൊടുക്കുന്നത് ആ ഘടകത്തിൽ അദ്ദേഹത്തിനാവുന്ന വിധത്തിൽ പ്രവർത്തിക്കുക എന്നുള്ള കാര്യം മാത്രമേ സാധ്യമാവുള്ളൂ. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, G സുധാകരൻ എന്ന് പറയുന്നത് EP ജയരാജനോളം തന്നെ തലപ്പക്കമുള്ളൊരു നേതാവായിരുന്നു CPM-നെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് തെക്ക് ഭാഗത്തേക്ക്. ആലപ്പുഴയിൽ ഒരു കാലത്ത് G സുധാകരൻ പറയുന്നതിനപ്പുറം CPM സംഘടനയിൽ ഒരു ഇല പോലും അനങ്ങാത്തൊരു കാലമുണ്ടായിരുന്നു. ഈ G സുധാകരൻ എവിടെയാണോ നിൽക്കുന്നത്, വിഭാഗീയത ശക്തമായി നിന്നൊരു കാലത്ത് G സുധാകരൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെയായിരുന്നു ആലപ്പുഴയിലെ പാർട്ടി ഉണ്ടായിരുന്നത്. ഇന്ന് G സുധാകരൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക്, ഞാൻ G സുധാകരൻ ഒട്ടും മോശക്കാരനാണെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വായന, അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുള്ള പ്രതിബദ്ധത, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി, മന്ത്രിയായിരിക്കെ പലകുറി മന്ത്രിയായിട്ട് 2 തവണ മന്ത്രിയായിട്ട് പോലും ഒരാരോപണവും നേരിടാത്ത, പൊതുമരാമത്ത് വകുപ്പ് പോലെ എപ്പോൾ വേണമെങ്കിലും ആക്ഷേപം നേരിടാവുന്നൊരു വകുപ്പിൽ 5 വർഷം ഇരുന്നിട്ട് ഒരു തരി കറ പോലും പൊരളാതെ ഇറങ്ങിയൊരു മനുഷ്യനാണ് ഈ G സുധാകരൻ. G സുധാകരൻ്റെ പാർട്ടിയിലെ സ്ഥാനം ഇന്ന് എവിടെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത്തരം സാധ്യതകളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതേസമയം പാർട്ടിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ അവിടെ ഉണ്ട്. ഞാനീ പറഞ്ഞ പാർട്ടിയുടെ ഇപ്പോൾ ആലപ്പുഴയാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും ഒക്കെ വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ച, ഈവൻ ആലത്തൂർ പോലും വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ച, പാർട്ടിയിലെ താഴെത്തട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അത്
ഒരു കൂട്ടത്തല്ലിലേക്കൊക്കെ പോകുന്ന മട്ടില്ല. മുമ്പൊന്നും CPM-ലെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു കൂട്ടത്തല്ലിലേക്കൊന്നും പോകുന്ന നമ്മൾ കണ്ടിട്ടില്ല. ആലപ്പുഴയിലെ പല ഭാഗങ്ങളിലും, ഇപ്പോൾ കായംകുളം അടക്കമുള്ള പല ഭാഗങ്ങളിലും കുറേ കാലമായിട്ട് സംഘടനാ പ്രശ്നങ്ങൾ പലതരത്തിൽ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും അത് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. കുട്ടനാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അവർക്ക് പ്രശ്നമായിട്ട് അവിടെയുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴും CPI-ൻ്റെ നേതാക്കളെല്ലാം ഈ വിഷയം അത് EP പറയുന്ന പോലെ അങ്ങനെ EP-യുടെ തലക്കിട്ട് അങ്ങനെ മാറി നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ടല്ലോ. നടപടി അന്വേഷിക്കുമോ എന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. നാളെ CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് നടക്കാനിരിക്കുകയാണ്. അന്വേഷണങ്ങൾ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ നടപടി? നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും അന്വേഷണത്തെ തീരുമാനിക്കും എന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഒന്ന് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാണ്. മാത്രമല്ല പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ, പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അത് കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നാളത്തെ സംസ്ഥാന സെക്രട്ടറിയിൽ എന്തെങ്കിലും അന്വേഷണത്തിനുള്ള സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല. അന്വേഷിച്ചേക്കും എന്ന് ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ പരിശോധന നടത്തും എന്നൊക്കെയുള്ള വാർത്തകൾ ഒരു ഊഹം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ഇത് CPM-ന് പരിശോധിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ എനിക്ക് അസംതൃപ്തി ഉണ്ട്. എന്നോട് വിശദീകരണം ചോദിച്ചില്ല എന്ന് EP-ക്ക് അഭിപ്രായമുണ്ട് എന്ന് CPM നേതൃത്വത്തിന് തോന്നുകയാണെങ്കിൽ, അതുപോലെ അദ്ദേഹം നിഷേധിക്കുന്ന ഈ പരാമർശങ്ങളിൽ പലതും അദ്ദേഹത്തിൻ്റേതാണ് എന്ന് പാർട്ടി വിചാരിക്കുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ EP പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ EP പറയുന്നതാണ് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ പോലും CPM-നെ സംബന്ധിച്ച് അവരുടെ ഒരു സംഘടനാ രീതി അനുസരിച്ച് ഇത് അന്വേഷിക്കേണ്ടി വരും. അത് പക്ഷേ ഇപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ കഴിഞ്ഞിട്ട്, ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പക്ഷേ ഈ സമ്മേളനത്തിൻ്റെ ഒരു കാലമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ പരിശോധന ഇല്ലാതെ തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ളൊരു സാധ്യതയും കൂടെ ഞാൻ കാണുന്നുണ്ട്. കാരണം അത് ഈ സമ്മേളന നടപടിക്രമങ്ങൾ ഇതിനുള്ളൊരു ഔഷധമായിട്ട് ചിലപ്പോൾ മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഒരു പക്ഷേ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാത്രമായിരിക്കില്ല EP ജയരാജൻ താഴേക്ക് പോരേണ്ടി വരിക എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് ഈ സമ്മേളന നടപടിക്രമങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്താനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നത് CPM-നെ സംബന്ധിച്ച്. എന്തായാലും ഈ കട്ടൻ ചായയും പരിപ്പുവടയും ആർക്കുള്ളതാണ്, അത് ആർക്ക് വെച്ച് നീട്ടിയതാണ് എന്നുള്ള ദുരൂഹത അപ്പോഴും അവിടെ തുടരുകയാണ്. DC-ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ കൂടാനിരിക്കുന്നു. EP ജയരാജൻ പാലക്കാട് മണ്ഡലത്തിൽ സരിനു വേണ്ടി സജീവ പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നു. DC-യുടെ വക്കീൽ നോട്ടീസിനുള്ള മറുപടി വരട്ടെ, വിശദീകരണങ്ങൾ വരട്ടെ. ഈ ദുരൂഹത അവസാനിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.